എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു പപ്പടമാണ്. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പപ്പടമാണ്. ഒത്തിരി ബുദ്ധിമുട്ടുകളൊന്നുമില്ല ഈ പപ്പടം ഉണ്ടാക്കാനായിട്ട്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഈ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. നല്ല ക്രിസ്പി ആയിട്ടുള്ള പപ്പടമാണത്. പപ്പടം ഉണ്ടാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് ആദ്യം തന്നെ 1/4 കപ്പ് ഉഴുന്ന് പൊടിയാണ്. ഇത് വർക്കൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് പൊടിച്ചെടുത്ത ഉഴുന്നാണ് 1/4 കപ്പ്. പിന്നീട് ഞാൻ എടുത്തിരിക്കുന്ന അരിപ്പൊടി 1/4 കപ്പ്, അത് അപ്പത്തിൻ്റെ അരിപ്പൊടിയാണ് 1/4 കപ്പ് എടുത്തത്. പിന്നീട് വേണ്ടത് മൈദ 1/4 കപ്പ്, കടലമാവ് 2 ടേബിൾ സ്പൂൺ, ഉപ്പ് 1 ടീസ്പൂൺ, കായപ്പൊടി 1/4 ടീസ്പൂൺ, ഇടിച്ച മുളക് 1/4 ടീസ്പൂൺ. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഇളക്കി, കട്ടിയൊന്നുമില്ലാതെ ആദ്യം തന്നെ ഇളക്കി നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇടിച്ച മുളക് ചേർക്കണം നിർബന്ധമൊന്നുമില്ല, അത് ഓപ്ഷനിലാണ്. കുറച്ചും കൂടി വെള്ളം ഒഴിക്കണം. ഒത്തിരി വെള്ളം ആദ്യം ഒഴിക്കരുത്. ആദ്യം ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നോക്കിയിട്ട് പിന്നീട് വേണമെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി. ഒത്തിരി ലൂസാവാനും പാടില്ല, ഒത്തിരി കട്ടിയായിട്ട് ഇരിക്കാനും പാടില്ല. ഈ ഒരു കൺസിസ്റ്റൻസിലാണ് ഞാനിപ്പോൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാൻ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം കൂടി ഞാൻ ചേർത്തു. അയമോദകം ഉണ്ടെങ്കിൽ അത് ഒരു നുള്ളു അയമോദകം കൂടി ചേർക്കാം. എല്ലാം കൂടെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ഒരു 10 മിനിറ്റ് വെക്കണം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഇങ്ങനെയാണ് മാവ് ഇരിക്കുന്നത്. അപ്പോൾ കുറച്ചൊരു കട്ടിയാണ്. അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു, 1-2 ടേബിൾ സ്പൂണും കൂടെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് വയ്ക്കാം. ഞാനൊരു പാത്രത്തിൽ ഇങ്ങനെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ പാത്രത്തിൻ്റെ മുകളിലേക്ക് ഞാനൊരു സ്റ്റീൽ പാത്രത്തിൻ്റെ അടപ്പ് കമത്തി വെച്ചിരിക്കുകയാണ്. ഈ സ്റ്റീൽ പ്ലേറ്റ് ആണെങ്കിലും മതി, സ്റ്റീൽ പ്ലേറ്റ് ആണെങ്കിലും കമത്തി വയ്ക്കണം. ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ച് നല്ലെണ്ണയോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ തേച്ച് പിടിപ്പിക്കണം. പിന്നീട് കുറച്ച് മാവ് ഇതിൽ നിന്ന് ആദ്യം ഒന്ന് ഇളക്കണം കേട്ടോ. മാവ് നല്ലതുപോലെ ഇളക്കിയ ശേഷം കുറച്ച് മാവ് എടുത്തിട്ട് നമ്മൾ ആ പ്ലേറ്റിൻ്റെ, ഇപ്പോൾ എന്താ പ്ലേറ്റാണോ എന്താ പാത്രത്തിൻ്റെ അടപ്പാണെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് ഒഴിക്കുക. ഒഴിച്ചിട്ട് നമ്മൾ ദോശയൊക്കെ പരത്തുന്ന പോലെ ചെറുതായിട്ട്, ഒത്തിരി കനം കുറച്ച് പരത്തരുത്, ഇതേപോലെ ഒന്ന് പരത്തണം. അത് പാത്രം ചെറുതായിട്ട് ചൂടായിട്ട് നമ്മൾ മാവ് ഒഴിക്കാവുള്ളൂ, അല്ലാണ്ട് നമ്മൾ ഒഴിച്ച് കഴിഞ്ഞാൽ മാവ് ആ പാത്രത്തിൽ പിടിക്കില്ല. അതിൻ്റെ മുകൾ വശം ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഡ്രൈ ആവണം. നമുക്ക് ആ വെള്ളമയം മാറിയിട്ടൊന്ന് ഡ്രൈ ആവണ പോലെ നമുക്ക് കാണാൻ പറ്റും. ഒരു 30 സെക്കൻഡൊക്കെ ആവുള്ളൂ. അപ്പോൾ അത് കഴിയുമ്പോൾ 30 സെക്കൻഡ് കഴിയുമ്പോൾ അങ്ങനെ ഡ്രൈ ആയി കഴിയുമ്പോൾ നമ്മൾ ആ പാത്രം ഒന്ന് കമത്തി വെക്കണം. തിരിച്ച് കമത്തി വെക്കുമ്പോൾ ഇപ്പോൾ ഡയറക്റ്റ് വെള്ളത്തിൻ്റെ ആവിയാണ് അതിലേക്ക് വരുന്നത്. ഇനി ഒരു 10-15 സെക്കൻഡ് കഴിയുമ്പോൾ നമ്മൾ അതിൽ നിന്ന് എടുത്ത് മാറ്റി വെക്കണം. അപ്പോൾ ഇതിങ്ങനെ ഇരിക്കും. അപ്പോൾ 2 വശം ഇപ്പോൾ അത് വെന്തിട്ടുണ്ട്. അത് മാറ്റിയ ശേഷം നമുക്ക് ഇതേപോലെ തന്നെ വേറൊരു പ്ലേറ്റോ അല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു അടപ്പെടുത്ത് വെച്ചിട്ട് ആദ്യം നമ്മൾ എങ്ങനെയാണ് മാവ് ഒഴിച്ചാൽ അതേപോലെ തന്നെ എണ്ണ തേക്കണം. എണ്ണ തേച്ചിട്ട് മാവ് കോരി ഒഴിക്കുക. നമ്മൾ ആ പാത്രം മറിച്ചിടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, കയ്യിലേക്ക് ആവി വരരുത്, അതൊന്ന് ശ്രദ്ധിക്കണം. ഇതേപോലെ ഇത്രയും കനം കുറച്ച് പരത്തുമ്പോൾ നമുക്ക് ആ പാത്രത്തിൽ നിന്ന് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഇത്രയും കനം കുറച്ച് പരത്തരുത്. ഞാനത് കാണിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റി. അപ്പോൾ അത് അങ്ങനെ വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇത് പ്ലേറ്റിൽ നിന്ന് എടുക്കുന്ന നേരത്ത് നമ്മൾ
അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറിയ ശേഷമേ എടുക്കാവുള്ളൂ. ഒരു സ്പാറ്റിലോ അല്ലെങ്കിൽ കത്തി വെച്ചിട്ട് ഇതേപോലെ അതിൻ്റെ എല്ലാ സൈഡിലും ചുറ്റും അടിഭാഗം എല്ലാം ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ചൂടോടുകൂടി നമ്മളിങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ അതെല്ലാം കൂടി ചുരുണ്ടും അങ്ങ് പോകും. അതിലും നല്ലത് ഒന്ന് ചൂടാറിയിട്ട് എടുക്കുന്നതാണ്. ഇപ്പോൾ നമുക്കിങ്ങനെ എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു കട്ടിയിൽ വേണം എല്ലാ മാവും കോരി ഒഴിക്കാനായിട്ട്. ഇപ്പോൾ രണ്ടാമത് ഒഴിച്ച മാവ് നമുക്ക് ഇതേപോലെ തന്നെ കമത്തിയിടണം. ഇനി ഉണ്ടാക്കി വെച്ച ഈ പപ്പടത്തിൻ്റെ ഇത് നമ്മൾ ഒരു തുണിയിലേക്ക് എടുത്തിടുവാണ്. നല്ല ക്ലീനായ തുണിയുടെ മുകളിലേക്കാണ് എടുത്തിടുന്നത്. പിന്നീട് നമ്മൾ ആദ്യം ഉണ്ടാക്കിയ പാത്രത്തിൽ പ്ലേറ്റിലാണെങ്കിൽ ഉണ്ടാക്കണമെങ്കിൽ ആ പ്ലേറ്റ് നല്ലതുപോലെ ഒന്ന് തുടച്ച ശേഷമേ മാവ് ഒഴിക്കാവുള്ളൂ. അല്ലെങ്കിൽ ആദ്യം ഉണ്ടാക്കിയ ആ പപ്പടത്തിൻ്റെ മാവൊക്കെ അതിനകത്ത് പറ്റിപ്പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വേണം എണ്ണ തൂക്കണം. എണ്ണ തൂത്തിട്ട് വേണം നമ്മളിങ്ങനെ കോരി ഒഴിക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ തുണിയിലേക്ക് അതെല്ലാം നമ്മൾ എടുത്തിടണം. അപ്പോൾ ഒന്ന് തണുത്ത ശേഷമേ ഇതേപോലെ നമ്മൾ ആ പ്ലേറ്റിൽ നിന്ന് എടുക്കാവുള്ളൂ. ഇത് വേറെ ഡിഫറെൻറ്റ് ടേസ്റ്റ് ആട്ടോ. നമ്മൾ സാധാരണ കഴിക്കുന്ന ഉഴുന്ന് പപ്പടത്തിൻ്റെ ടേസ്റ്റ് അല്ല, ഒരു അരിപ്പപ്പടത്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് അതിന്. അപ്പോൾ അങ്ങനെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ചിലതൊക്കെ നമുക്ക് വിട്ട് പോരാണ്ടിരിക്കും പാത്രത്തിൽ നിന്ന്. അപ്പോൾ അത് അല്ലാണ്ടുള്ള കിട്ടിയതൊക്കെയാണ് ഞാനിപ്പോൾ ഇവിടെ നിരത്തിയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് വെയിലത്ത് വെച്ചിട്ട് ഉണക്കുക. എന്നിട്ട് ഒരു ദിവസം കഴിയുമ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ അത് ഒരു സൈഡിൽ നല്ലപോലെ ഡ്രൈ ആയി കഴിയുമ്പോൾ നമ്മൾ കമത്തിയിട്ടിട്ട് വേണം. രണ്ട് സൈഡും മാറി മാറി കമത്തിയിട്ടിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുക. വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക പൊടിയൊന്നും വരാണ്ടിരിക്കാനായിട്ട് മുകളിൽ കനം കുറച്ച് തുണി വെച്ചിട്ട് വേണം ഉണക്കാനായിട്ട്. അല്ലെങ്കിൽ ഇതേപോലെ വിൻഡോയുടെ സൈഡിൽ ടേബിൾ വെച്ചിട്ട് അവിടെ വെച്ച് ഉണക്കിയാലും മതി. ഇപ്പോൾ എൻ്റെ ഇത് വിൻഡോയുടെ സൈഡിൽ തന്നെ ഇരുന്നിട്ട് തന്നെ 2 ദിവസം കൊണ്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മുളകൊക്കെ ചേർത്തുകൊണ്ടാണ് ആ പപ്പടത്തിന് ഒരു ചുമന്ന നിറം വന്നിരിക്കുന്നത്. ചെറിയൊരു ലൈറ്റ് കളർ വന്നിട്ടുണ്ട്, ചുവപ്പ് നിറം പോലെ. അപ്പോൾ മുളകൊന്നും ചേർത്തില്ലെങ്കിൽ അതേപോലെ കളർ വരില്ല. അതേപോലെ ഉഴുന്ന് ചേർത്താലും കുറച്ചൊരു ചുവപ്പ് നിറം, ഉഴുന്നൊന്നും ചേർക്കാണ്ട് ഉണ്ടാക്കിയാൽ ഇതേപോലെ ഇത്രയും ചുവപ്പ് നിറം വരില്ല. നല്ല ചൂടായ എണ്ണയിലിട്ട് വറുത്ത് കോരിയെടുക്കാം. ഒരു സൈഡ് ഇട്ട് നല്ലതുപോലെ അത് പൊങ്ങി വന്നു കഴിയുമ്പോൾ അടുത്ത സൈഡ് മറിച്ചിടുക. 2-3 പ്രാവശ്യം തിരിച്ച് മറിച്ചിടണ്ട. അപ്പോൾ അത് കൂടുതലായിട്ട് അത് ചുമന്ന് നിറമായി പോകും. അപ്പോൾ ഉണ്ടാക്കി നോക്കുക എല്ലാവരും.